ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാവർക്കും പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആണ്. ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ സബ് ചെയ്യാതെ കമൻറ്റ്, ഈ ബാഡ് കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അന്നേരം അവരെ ബാഡ് കമൻറ്റ് ഇട്ടിട്ടൊക്കെ ഒരു സബ് ചെയ്യുക. അപ്പം സബ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ലൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലൈവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ദാണ്ട് ടൈറ്റിൽ ആദ്യം നമ്മൾ ലൈവ് ചെയ്യുമ്പം ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അത് നമുക്ക് അതനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് താപ്പോട്ട് വരുമ്പോഴത്തേക്ക് അഡ്വാൻസ് സെറ്റിങ്സ്, അത് മോർണിംഗ് ആയവർക്കുള്ളതാണ് കേട്ടോ. അപ്പം മോർണിംഗ് ഓൺ ആക്കുന്നതും പിന്നെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് രണ്ടും ഓൺ ആക്കുന്നതാണ്. പിന്നെ അതാണ്ട് പബ്ലിക്, ഇത് നിങ്ങൾ പബ്ലിക് എന്നാക്കണം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അൺലിസ്റ്റ് ആക്കിയതാണ്. പിന്നെ അപ്പോൾ അടുത്ത നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ്, അത് നമ്മൾ നോ കൊടുക്കുക. പിന്നെയും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പം ലൈവ് ഓൺ ആകും. പിന്നത്തെ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. ഇത് മോറും തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഇത് ഫുള്ള് കാണാൻ പറ്റും. അത് ബാക്ക് ക്യാമറയും വീഡിയോയുടെ ഓൺ ആക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അത് മിക്ക ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ലൈവിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇത് കാണാം, ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് നടക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് കമൻറ്റുകൾ വരും. അത് ഓഫായി കഴിഞ്ഞാൽ മലയാളത്തിൽ വരും. പിന്നെ കമ്മ്യൂണിറ്റി മോഡുലേറ്റർ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് മോഡ് എന്നൊന്ന് കാണാൻ പറ്റും. ഇനി വേണമെന്ന് കണ്ടോ, അതിൻ്റെ തൊട്ട് മുകളിലെ പാർട്ടിസിപ്പേറ്റ് മോഡെന്ന് കാണാൻ പറ്റും. പാർട്ടിസിപ്പൻറ്റ് മോഡ്. ഓക്കെ. അപ്പോൾ നമ്മളതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേതാ സബ്സ്ക്രിപ്ഷൻ, എനിവൺ സബ്സ്ക്രിപ്ഷൻ. നമുക്കിവിടെ മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന്. അപ്പോൾ നമ്മളത് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക്. അത് 1 മിനിറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത്. പിന്നെ ഇടയ്ക്ക് അപ്പോൾ ദാണ്ട് ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലൂടെ ചാറ്റ് ഫിൽറ്റർ എന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കമൻറ്റൊക്കെ സ്പാം ആകുമ്പം ഓൾ മെസ്സേജ്, ടോപ്പ് മെസ്സേജ്, അത് ഇടയ്ക്കിടയ്ക്ക് ക്ലിക്കാക്കി കഴിഞ്ഞാൽ അത് കമൻറ്റ് ഒരു പരിധി വരെ സ്പാം ആകാതിരിക്കും. പിന്നെ ഇതുണ്ട് ക്രിയേറ്റീവ് ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഹൈലൈറ്റ് ആക്കാം. ക്രിയേറ്റീവ് ഹൈലൈറ്റ്, അതേ ടച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ പ്രൈവറ്റായിട്ട് പോയി കിടക്കും. നമുക്കിത് പിന്നെ അത് പബ്ലിക് ആക്കാം. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ പറഞ്ഞു കഴിയുമ്പം തൊട്ട് മുന്നേ അത് കഴിയുമ്പം ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.